ബെൽജിയത്തിന്റെ ഉൾനാടുകളിലൂടെയുള്ള ദീർഘമായ യാത്ര തുടരുകയാണ്. ബ്രസൽസ് എന്ന തലസ്ഥാന നഗരത്തിൽ നിന്നും ബ്രൂഷ് എന്ന തീരപട്ടണത്തിലേക്കുള്ള യാത്ര. സുന്ദരമായ ഗ്രാമങ്ങളും അവിടുത്തെ കൃഷിയിടങ്ങളും കാർഷിക ഭവനങ്ങളുമെല്ലാം യാത്രയിൽ കാണാം. ഹൈവേയിലൂടെയല്ലാതെ ഉൾനാടൻ പാതകളിലൂടെ വണ്ടി വിടാൻ ഞാൻ പറഞ്ഞതുപ്രകാരം എന്റെ സുഹൃത്തുക്കൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തതാണ്. ഊസ്റ്റർസെലെ എന്ന പ്രദേശമാണിത്, ഒരു മുനിസിപ്പാലിറ്റി. ഊസ്റ്റർസെലയിലെ ബേസിക് സ്കൂളാണ് ഈ കെട്ടിടം. അവധിയാണ്, സ്കൂൾ അടഞ്ഞുകിടക്കുന്നു. എല്ലാ ഗ്രാമത്തിലുമുണ്ടാവും ഇത്തരമൊരു ബേസിക് സ്കൂൾ. ഹൈസ്കൂൾ വലിയ പട്ടണങ്ങളിലാവും. വഴിയോരങ്ങളുടെ വൃത്തിയും കൃഷിയുടെ പച്ചപ്പുമൊക്കെ പ്രത്യേകമായൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ചോളപ്പാടങ്ങൾ എവിടെയുമുണ്ട്. അത് വിളയുന്നതേയുള്ളൂ. വീടുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ രൂപം, ഒരേ നിലവാരം. ദാരിദ്ര്യഛായയുള്ള ഒരു വീടുമില്ല. എല്ലാറ്റിനും ഒരു മിനിമം നിലവാരമുണ്ട്. പല പ്രൊഫഷനിൽ ഏർപ്പെടുന്നവരായിരിക്കാം അവിടുത്തെ താമസക്കാർ. മനുഷ്യരെ കാണുന്നില്ല എന്നതാണ് ഈ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നം. അവർ ഒന്നുകിൽ വീടുകൾക്കുള്ളിലാണ്, അല്ലെങ്കിൽ വാഹനങ്ങൾക്കുള്ളിലും. കൃഷിയിടങ്ങളിലോ വഴിയോരത്തോ ആരെയും കാണില്ല. ഇതാണ് യൂറോപ്പിന്റെയും പാശ്ചാത്യ ലോകത്തിന്റെയും ഒരു പ്രത്യേകത. ഓരോ ഗ്രാമത്തിലെയും കൃഷിയിടങ്ങൾ കാണുമ്പോൾ കൊതി തോന്നും. കൃത്യമായി പരിപാലിക്കാത്ത ഒരു കൃഷിയിടവുമില്ല ഇവിടെ. അതിൽ പശുക്കൾ മേയുന്നു. 581 മുനിസിപ്പാലിറ്റികളുണ്ട് ബെൽജിയത്തിൽ. ഭാഷാടിസ്ഥാനത്തിൽ 3ആയി തിരിക്കപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ബെൽജിയം. ഡച്ച് ഭാഷ സംസാരിക്കുന്നവരുടെ ഫ്ലെമിഷ് കമ്മ്യൂണിറ്റിയും ഫ്രഞ്ച് ജർമ്മൻ കമ്മ്യൂണിറ്റികളുമാണത്. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ 3 റീജിയനുകളാക്കിയിരിക്കുകയാണ്. ഡച്ച് പാരമ്പര്യമുള്ളവരുടെ ഫ്ലെമിഷ് റീജിയണും ഫ്രഞ്ച് ഭാഷയും രീതിയും പിന്തുടരുന്നവരുടെ വലോണിയ റീജിയണും തലസ്ഥാനമായ ബ്രസൽസ് റീജിയണുമാണത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് തുല്യമാണ് ഓരോ റീജിയണും. കാർ ലാൻഡ് സ്കൂട്ടർ എന്നൊരു ഗ്രാമത്തിലേക്കെത്തി. മറ്റൊരു കാർഷിക ഗ്രാമം. ഊസ്റ്റർസെലെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട ഗ്രാമമാണ്. നമ്മുടെ ഒരു ജില്ലയോളം വലിപ്പമുള്ള 10 പ്രൊവിൻസുകളാണ് ബെൽജിയത്തിലുള്ളത്. പുൽമേടുകളിൽ കുതിരകൾ മേയുന്നു. ലാൻഡ് സ്കൂട്ടർ ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ലാൻഡ് സ്കൂട്ടർ ടൗണാണ് ഇവിടം. ഒരു പള്ളി തന്നെയാണ് ടൗണിന്റെ പ്രധാന ഭാഗത്ത്. 900 ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് ലാൻഡ് സ്കൂട്ടർ. പക്ഷേ ഇവിടെയും പുറത്തൊന്നും ആരെയും കാണുന്നില്ല. ഏതാനും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും ഒരു ചോള സംസ്കരണ ഫാക്ടറിയുമുണ്ട് ലാൻഡ് സ്കൂട്ടറിൽ. ലാൻഡ് സ്കൂട്ടർ കടന്ന് കുറച്ചു ദൂരം കൂടി ഓടി. പിന്നെ ലെംബെർഗ് എന്നൊരു ഗ്രാമത്തിലേക്കെത്തി. ഏതാനും ഹോം സ്റ്റേകളും ചെറു ഹോട്ടലുകളുമുള്ള ഗ്രാമമാണ് ലംബെർഗ്. ഫാം ടൂറിസത്തിന്റെ ഒരു കേന്ദ്രം. ഇങ്ങനെ പല പല ചെറു ഗ്രാമങ്ങളുണ്ട്. അവയ്ക്കിടയിൽ കൃഷിയിടങ്ങളും. ചെറിയൊരു ടൗൺ സ്ക്വയർ. അതിനു ചുറ്റുമായി ഇരുനില മന്ദിരങ്ങൾ. ഇതൊക്കെയാണ് യൂറോപ്പിലെ ഒരു ഗ്രാമത്തിന്റെ ഘടന. ലംബെർഗ് ഗ്രാമത്തിലുമുണ്ട് ഒരു പള്ളി. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ശക്തമായ രാജഭരണം നിലനിന്നിരുന്ന പ്രദേശമാണ് ഇതെല്ലാം. ഇപ്പോഴും യൂറോപ്പിലെ ഇത്തരം വികസിത രാജ്യങ്ങളുടെയെല്ലാം ഭരണത്തലവൻ രാജാവ് തന്നെയാണ്. ബെൽജിയം, ഡെൻമാർക്ക്, മൊണാക്കോ, നെതർലൻഡ്സ്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, UK തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം രാഷ്ട്രത്തലവൻ രാജാവാണ്. ഫെഡറൽ ഗവൺമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും രാജാവ് തന്നെ. എന്നാൽ പാർലമെന്റിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ ഇപ്പോൾ രാജാവിന് പ്രവർത്തിക്കാനാവൂ. ബെൽജിയംകാരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ അധിനിവേശങ്ങൾക്ക് വിധേയരായവരാണിവർ. അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രങ്ങളുടെ കടുംപിടുത്തങ്ങളെ ഇവിടുത്തെ ജനത അംഗീകരിക്കുന്നില്ല. ജനകീയമായ ഭരണം തന്നെയാണ് 2ാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇന്നാട്ടിൽ നിലനിൽക്കുന്നത്.
രാഷ്ട്രീയമായ അസ്വസ്ഥതകൾ ഇവിടെ അധികം കാണാനാവില്ല. ഇപ്പോൾ കാർ ഗെന്റ് പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. കാർ ഒരു പാലത്തിലേക്ക് പ്രവേശിച്ചു. റിംഗ്വാർട്ട് എന്ന കനാലിന് മുകളിലൂടെയുള്ള പാലമാണ്. ബെൽജിയത്തിലെ മനുഷ്യനിർമ്മിതമായ നിരവധി കനാലുകളിലൊന്നാണത്. ഗെന്റ് വലിയൊരു പട്ടണമാണ്. അതിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഗെന്റിന്റെ പ്രാന്തഭാഗത്തുകൂടി ബ്രൂഷ് ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. ഇന്നോവിയ ഫിലിം എന്ന വ്യവസായശാലയാണ് ഇക്കാണുന്നത്. ഇതൊക്കെയാണ് ഗെന്റ് പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തെ കാഴ്ചകൾ. ബെൽജിയത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഗെന്റ്. 2.5 ലക്ഷത്തിലധികം ജനം വസിക്കുന്ന പട്ടണം. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഗലാംകോ അരീന എന്ന വലിയൊരു സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തുന്നു. റിംഗ്വാർട്ട് കനാലിന്റെ ഓരത്തുകൂടിയാണ് യാത്ര. ഇടതുവശത്തുകൂടി കനാൽ ഒഴുകുന്നുണ്ട്. ആ കനാലിന്റെ ഇരുകരകളിലും ഹൈവേ ആണ്. ഉൾനാടൻ ജലപാതയുടെ കരകളിലൂടെയുള്ള റോഡ്. യൂറോപ്പിൽ ഏറ്റവും അധികം മനുഷ്യനിർമ്മിത കനാലുകളുള്ള ചെറു രാജ്യങ്ങളിലൊന്നാണ് ബെൽജിയം. 80-ലധികം കനാലുകളുണ്ട് ഈ രാജ്യത്ത്. ബെൽജിയം പൊതുവെ ഒരു സമതല പ്രദേശമാണ്. കനാൽ നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി. ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ആ കനാൽ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ചരക്കുമായി കൂറ്റൻ ബാർജുകൾ കനാലിലൂടെ നീങ്ങുന്നു. 18-19 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചവയാണ് കനാലുകളിൽ ഏറെയും. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും പ്രമുഖമായ ചില കനാലുകൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. 2000-ലധികം കിലോമീറ്ററുകൾ നീളുന്ന ജലപാതകളാണ് ബെൽജിയം എന്ന കൊച്ചു രാജ്യത്തുള്ളത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കനാലുകളിലൂടെ ഇങ്ങനെ ബാർജുകളും ബോട്ടുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങളോളം യാത്ര ചെയ്താണ് ഇത്തരം ബാർജുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്നത്. ജീവനക്കാരുടേതാവാം, ഒരു കാറും അതിൽ കാണാം. ബെഡ്റൂം ഉൾപ്പെടെ സൗകര്യങ്ങളുള്ള ബാർജുകളാണ്. ചരക്കു നീക്കത്തിന് ഇത്രയും ചെലവ് കുറഞ്ഞതും സമയലാഭമുള്ളതുമായ മാർഗം മറ്റൊന്നില്ലെന്ന് പറയാം. കേരളത്തിൽ വരാനിരിക്കുന്ന ഇൻലാൻഡ് വാട്ടർവേയും ഈ വിധം ചരക്കു നീക്കം സുഗമമാക്കും. ടൂറിസം പോലുള്ള കാര്യങ്ങൾക്കും കേരളത്തിന് അത് ഉപയോഗപ്പെടുത്താം. ബ്രിട്ടീഷ് ഭരണകാലത്തു തന്നെ കേരളത്തിൽ ഇത്തരമൊരു വാട്ടർവേയ്ക്കുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. കനോലി കനാൽ അതിന്റെ ഭാഗമാണ്. അന്നത് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ഇനിയും പുനരുജ്ജീവിപ്പിക്കാവുന്നതേയുള്ളൂവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയത്. 610 കിലോമീറ്റർ നീളമുള്ളതും കോവളത്ത് നിന്ന് ആരംഭിച്ച് 11 ജില്ലകളിലൂടെ കാസർഗോഡ് എത്തിച്ചേരുന്നതുമായ ഒരു വാട്ടർവേ ആണത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ പണി എങ്ങും എത്തിയിട്ടില്ല. ഇവരൊക്കെ എത്രയോ നൂറ്റാണ്ട് മുൻപ് തന്നെ ഉൾനാടൻ ജലപാതകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കിയിരുന്നു. യൂറോപ്പിലെ ഈ കനാലുകളെ മാതൃകയാക്കി തന്നെയാണ് സായിപ്പ് കേരളത്തിൽ കനാൽ നിർമ്മിക്കാൻ തീരുമാനിച്ചതും. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബെൽജിയം പിടിച്ചെടുത്ത ജർമ്മൻ സൈന്യത്തിന് ഏറ്റവും സഹായകമായത് ഇത്തരം കനാലുകൾ തന്നെയാണ്. ഇവിടുത്തെ ബാർജുകൾ പിടിച്ചെടുത്ത് നാസി സൈന്യം അന്നത് യുദ്ധാവശ്യങ്ങൾക്കായുള്ള ചരക്കുനീക്കത്തിന് ഉപയോഗിച്ചിരുന്നു. ഇവിടെ കനാലിന്റെ തീരത്ത് ചില സമ്പന്ന പുരയിടങ്ങൾ കാണാം. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് ഹൈവേകളാണ്. റോഡിനെയും കനാലിനെയും എല്ലാം ക്രോസ് ചെയ്ത് അതങ്ങനെ പോകുന്നു. ചിലയിടത്തെത്തുമ്പോൾ നിരന്ന കൃഷിയിടങ്ങളും അതിന്റെ അതിരിൽ നിബിഡ വനങ്ങളും കാണാം. വളരെ വികസിതമായ ഒരു നാട്. ആസൂത്രിതമായ ഗ്രാമങ്ങളും പട്ടണങ്ങളും. ഗ്രാമത്തിലെ ഓരോ വീടും അതിന്റെ തൊടിയും ഏറ്റവും സുന്ദരമായി സംരക്ഷിക്കുന്നു. വിൻഡർഹൂട്ട് എന്ന ഗ്രാമത്തിലേക്കെത്തുന്നു. 1200 ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് വിൻഡർഹൂട്ട്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഒരു കാസിലുണ്ട് ഈ ഗ്രാമത്തിൽ. ഗെന്റ് ബ്രൂഷ് കനാലാണ് ഇത്. 42 കിലോമീറ്റർ നീളമുള്ള കനാൽ. ചെറുകിട വ്യവസായങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം.
ആ വ്യവസായശാലകൾക്ക് പോലുമുണ്ട് ഒരു ഭംഗി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ അത്ഭുതപ്പെടുത്തും. റോഡിലെ വരകൾ പോലും എത്ര കലാപരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കാണുക. ഓരോ വീടും അതിന്റെ തൊടിയും സംരക്ഷിക്കുന്ന രീതി കലാബോധത്തിന്റെ ഉദാഹരണം കൂടിയാണ്. ഒരു വീട്ടുകാരും ആ സൗന്ദര്യബോധത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. ഗ്രാമഭംഗിയും നിരന്തരമായ സൗന്ദര്യവൽക്കരണവും ജീവിത ഗുണനിലവാരവുമാണ് യൂറോപ്പിനെ കേരളത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൊതിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിൽ നിലവാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമേതുമില്ല. കൃഷിയിടങ്ങൾക്ക് നടുവിലാണ് ജീവിതമെങ്കിലും പ്രൊഫഷണലിസം അവിടെയും കാണാം. നിരന്ന കൃഷിയിടങ്ങളും കളിസ്ഥലങ്ങളും എല്ലാമുണ്ട് ഓരോ ഗ്രാമത്തിലും. അതിനിടയിൽ സ്വച്ഛമായി ജലമൊഴുകുന്ന കനാലുകൾ. അതിലൊന്നും മാലിന്യലേശമില്ല. പല ഗ്രാമങ്ങളിലും പഴയകാല കളപ്പുരകൾ കാണാം. സൈക്കിൾ ചവിട്ടി പോകുന്നവരെയാണ് റോഡരികിൽ വല്ലപ്പോഴും കാണുന്നത്. ഇങ്ങനെയുള്ള എത്രയോ ഗ്രാമങ്ങൾ കടന്നാണ് യാത്ര. ലീവേഗം എന്ന പ്രദേശമാണിത്. 1,00,000 ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് ലീവേഗം. സാധാരണഗതിയിൽ ഇവിടെയൊന്നും ഒരു വിദേശിയും വരേണ്ടതില്ലാത്തതാണ്. ബെൽജിയത്തിന്റെ തനി ഉൾനാട്. ഒരുപക്ഷെ യൂറോപ്പിലെ ഈ വൃത്തിയുടെയും ഭംഗിയുടെയും തനിയാവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടാനാവാം ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും ആളുകൾ വരുന്നത്. അല്പദൂരം കൂടി ചെന്നതോടെ ഉർസൽ എന്ന ഒരു പട്ടണത്തിലേക്കെത്തി. വലിയൊരു ഗ്രാമമെന്ന് ഉർസലിനെ വിശേഷിപ്പിക്കാം. അവിടെയൊന്ന് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ കണ്ടെത്തിയിട്ട് തന്നെ കാര്യം. പുറത്തൊന്നും ഒരാളെയും കാണില്ലെന്ന് കാറിലുള്ള ജോണിയും ബ്ലേസും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജനം പൂർണ്ണമായും ഒഴിഞ്ഞുപോയ ഗ്രാമം പോലെയുണ്ട്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ടും ടൗൺ തീർത്തും വിജനം. ഇവിടെ ഏതാനും റെസ്റ്റോറന്റുകളുണ്ട്. അതിനകത്തുമില്ല ആളുകൾ. കവലയിലെ കലങ്കിൽ വെടിവെട്ടവുമായി ഇരിക്കുന്നവരില്ല. രാഷ്ട്രീയം പറയുന്ന നാടൻ ചായക്കടകളില്ല. ടൗണിലെ ഒരു സ്ക്വയറാണിത്. പ്രധാന പള്ളിയുടെ മുറ്റം. ഉർസലിലെ സെന്റ് മെദാർദൂസ് ചർച്ചാണിത്. ആ പള്ളിമുറ്റത്തു നിന്നും നടക്കുമ്പോൾ ഇവിടെ ഇതാ 2 പേരെ കണ്ടുമുട്ടുന്നു. വൈകുന്നേരം ബാറിലേക്കോ മറ്റോ വരുന്നവരാണ്. സൈക്കിളിൽ നീങ്ങുന്ന ദമ്പതികൾ. അവരുടെ നേരെ ക്യാമറ തിരിച്ചപ്പോൾ പാടില്ലെന്ന് അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിനാൽ ഞാൻ കാറിൽ കയറി യാത്ര തുടർന്നു. യൂറോപ്പിലെ ഓരോ ഗ്രാമവും ഇങ്ങനെയാണ്. N499 എന്ന ഹൈവേ ക്രോസ് ചെയ്ത് കുറച്ചു ദൂരം കൂടി ഓടി ഒഡേലം എന്ന ഗ്രാമത്തിലേക്കെത്തി. കാഴ്ച വ്യത്യസ്തമൊന്നുമല്ല. ഇവിടെ നിന്നും ഞങ്ങൾക്ക് കുറച്ചു സാധനങ്ങൾ വാങ്ങണം. കാർഫോർ എന്നൊരു സൂപ്പർ മാർക്കറ്റുണ്ട് ഇവിടെ. അതിന്റെ പാർക്കിങ്ങിലേക്ക് കയറി. കുറച്ചു വെള്ളവും ജ്യൂസുമെല്ലാം വാങ്ങി കാറിൽ വെക്കണം. താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ കുടിവെള്ളം വെക്കുന്ന പതിവില്ല. അത് പുറത്തുനിന്നും വാങ്ങണം. അതിനാൽ വഴിവക്കിൽ കണ്ട സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയെന്നേയുള്ളൂ. ബെൽജിയത്തിന്റെ ഗ്രാമത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നാൽ ഇതാണ്. ജോണി ആവശ്യത്തിന് വെള്ളം എടുത്തുകൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള ഓരോ മാർക്കറ്റുകളാണ് ഇവിടുത്തെ ഗ്രാമീണർക്ക് വേണ്ടിയുള്ള വീട്ടുസാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത്. പച്ചക്കറിയും മത്സ്യമാംസാദികളും നിത്യോപയോഗ സാധനങ്ങളുമെല്ലാം. അതല്ലാതെ നാടൻ പലചരക്ക് കടകളൊന്നുമില്ല. ഗ്രാമത്തിലെ ഷോപ്പിംഗിന്റെ സ്ഥലം എങ്ങനെയിരിക്കുന്നുവെന്ന് കാണിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. കുറച്ച് ജ്യൂസും വെള്ളവുമായി അവിടെ നിന്നും ഇറങ്ങി. ഈ പ്രദേശത്തെ ഗ്രാമീണർ ഷോപ്പിംഗിനെത്തിയ വാഹനങ്ങളാണ് പാർക്കിങ്ങിൽ കിടക്കുന്നത്. ഇവരുടെ പൊതുചന്ത ഇതാണെന്ന് പറയാം.
ഇവിടെ ജീവിക്കുന്ന മലയാളികളും ഷോപ്പിങ്ങിനെത്തുക ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ. കേരളീയമായ ഗ്രാമം, അവിടുത്തെ ചന്ത, പലചരക്കു കടകൾ എന്നിവയൊന്നും ഇവിടെ സങ്കല്പിക്കരുത്. ഗ്രാമങ്ങളിൽ കൃഷിയിടങ്ങൾ ഉണ്ടാകും. അവിടെ ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടെന്നിരിക്കും. കൃഷി പൂർണ്ണമായും യന്ത്രവൽകൃതമാണ്. തൂമ്പയും അരിവാളുമായി ആരും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒഡേലം ഗ്രാമത്തിൽ നിന്നും യാത്ര തുടർന്നു. ബ്രൂഷ് പട്ടണത്തോട് അടുത്തുകിടക്കുന്ന ഗ്രാമമാണ് ഒഡേലം. ചിലയിടത്ത് ഒറ്റപ്പെട്ട വീടുകൾ കാണാം. സമ്പന്ന ഗേഹങ്ങളാണ്. ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ, കുതിരകൾ മേയുന്ന കൃഷിയിടങ്ങൾ, അങ്ങനെയെല്ലാമുണ്ട്. വെയിൽ ചാഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ബ്രൂഷിലേക്കെത്തി. സമയം 7 മണിയാവാറായിട്ടുണ്ട്. വെനീസ് പോലൊരു കനാൽ നഗരമാണ് ബ്രൂഷ്. പഴയ ഒരു കോട്ട നഗരം. കടൽ തീരത്തുനിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ബ്രൂഷിന്റെ സ്ഥാനം. ഇവിടുത്തെ സിറ്റി ഗേറ്റുകളിലൊന്നാണ് അക്കാണുന്നത്. അത്തരത്തിലുള്ള 2 പ്രധാന കവാടങ്ങളാണ് നഗരത്തിനുള്ളത്. ഇക്കാണുന്നതാകട്ടെ ഒരു കനാലാണ്. ബ്രൂഷിൽ നിന്നും ഗെന്റ് പട്ടണം വരെ ഇത് നീണ്ടുകിടക്കുകയാണ്. പണ്ട് ഇന്നാട്ടിൽ ഹൈവേകൾ പോലെ എല്ലാ പട്ടണങ്ങളെയും ബന്ധിപ്പിച്ച് കനാലുകൾ നിർമ്മിച്ചിരുന്നു. അതിമനോഹരമാണ് ബ്രൂഷ് നഗരം. ബ്രൂഷ് എന്ന നഗരത്തിനകത്തു തന്നെയാണ് വനം പോലെ തോന്നുന്ന ഈ ഉദ്യാനങ്ങൾ. ഇവിടേക്കെത്തുമ്പോൾ തന്നെ കുലീനമായ ഒരു യൂറോപ്യൻ ഭാവം പ്രകടമാകുന്നു. ഇക്കാണുന്നത് കിങ് ആൽബർട്ട് 1 പാർക്കാണ്. 1-ാം ലോകമഹായുദ്ധകാലത്ത് ബെൽജിയം ഭരിച്ചിരുന്ന രാജാവാണ് ആൽബർട്ട് 1-ാമൻ. പുൽമേടുകളും മരച്ചാർത്തുകളും, അങ്ങിങ്ങായി ചാരുബെഞ്ചുകൾ. ഇവിടെ ചുവന്ന നിറം പൂശിയ വലിയൊരു കെട്ടിടമുണ്ട്. ബ്രൂഷിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. കൺസേർട്ട് ബിൽഡിംഗ് എന്നാണ് പേര്. 2002-ൽ നിർമ്മിച്ചതാണ് ബൃഹത്തായ ഈ മന്ദിരം. ഒരു കൺസേർട്ട് ഹാളും ചേംബർ മ്യൂസിക് ഹാളും തിയേറ്ററുകളുമുണ്ട് ഇതിനകത്ത്. അതുകൂടി പിന്നിടുന്നതോടെ ഞങ്ങൾ ഓൾഡ് ടൗണിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നങ്ങോട്ട് ഓൾഡ് ടൗൺ ആരംഭിക്കുകയാണ്. നിരവധി സ്ക്വയറുകളും കല്ലുവിരിച്ച പാതകളും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളുമെല്ലാമുള്ള നഗരഭാഗം. പഴയ നഗരഭാഗത്തേക്ക് എത്തുന്നതോടെ ടാറിട്ട റോഡ് കല്ലുവിരിച്ച പാതയ്ക്ക് വഴിമാറുന്നു. മുന്നിൽ കാണുന്ന ഗോപുരം ബ്രൂഷിലെ സെന്റ് സാൽവത്തോസ് കത്തീഡ്രലിന്റേതാണ്. അത് കടന്ന് വീണ്ടും ചെല്ലുമ്പോൾ അങ്ങകലെ മറ്റൊരു ഗോപുരം കാണാം. ബെൽഫ്രേ ഓഫ് ബ്രൂഷ് എന്നറിയപ്പെടുന്ന ബ്രൂഷിന്റെ മണിമാളികയാണത്. എത്രയോ നൂറ്റാണ്ടുകളായി നഗരവാസികളെ സമയമറിയിക്കുന്ന മണിമാളിക. പല പല സ്ക്വയറുകൾ, അതിന്റെ ഓരങ്ങളിൽ റെസ്റ്റോറന്റുകളുടെ നിര, ചാരുബെഞ്ചുകളിൽ വെറുതെ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ. ഗ്രാമീണ പാതയിലൂടെയുള്ള യാത്രയ്ക്കിടെ കാണാതിരുന്ന ജനം മുഴുവൻ ഇവിടെയുണ്ടെന്ന് തോന്നും. ഇതുകൊണ്ടാണ് ജനജീവിതം കാണാൻ യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലുമെത്തുമ്പോൾ സഞ്ചാരം പട്ടണങ്ങളിലേക്കാവുന്നത്. സഞ്ചാരത്തിൽ ഇത്തരം പട്ടണങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണത്. ഗ്രാമങ്ങൾ അല്പം മുൻപ് കണ്ടതുപോലെ വിജനമായിരിക്കും. എന്നാൽ പട്ടണങ്ങളിലാണ് ജീവിതം കാണാനാവുക. പ്രേക്ഷകർ നിരന്തരമായി ഗ്രാമങ്ങൾ കാണിക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നം അതാണ്. ഞങ്ങൾ ബ്രൂഷിന്റെ മാർക്കറ്റ് സ്ക്വയറിലേക്കെത്തി. ഈ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വയറാണിത്. നേരത്തെ കണ്ട മണിമാളികയുടെ താഴെഭാഗം ഇതാണ്. ഇതിനടുത്തു തന്നെയാണ് ഞാൻ താമസത്തിനായി മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. പക്ഷേ അവിടേക്ക് കാറിൽ പോകണമെങ്കിൽ അല്പം വളഞ്ഞു ചുറ്റണം. അതുകൊണ്ട് ഓൾഡ് ടൗണിലൂടെ ഒന്ന് കറങ്ങേണ്ടി വരുന്നു. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു കനാലാണ്, ഡീവർ കനാൽ. അതിന്റെ ഓരങ്ങളിൽ 3-4 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രൗഢമന്ദിരങ്ങൾ. നേരെ മുന്നിൽ അവർ ലേഡി ഓഫ് ബ്രൂഷ് ചർച്ചിന്റെ കൂറ്റൻ മണിഗോപുരം കാണുന്നു. പാതയോരത്തെ കെട്ടിടങ്ങൾ കാണുക. എല്ലാം ഒരേ ഉയരത്തിലുള്ളവയാണ്, ഏറെക്കുറെ ഒരേ രൂപത്തിലുള്ളവയും.
ഏറെ ചരിത്രം കടന്നുപോയ ഒട്ടേറെ കഥകളുള്ള ഒരു പട്ടണമാണ് ബ്രൂഷ്. 1500 വർഷത്തിന്റെയെങ്കിലും ചരിത്രമുറങ്ങുന്ന നഗരം. ധാരാളം ടൂറിസ്റ്റുകൾ ഈ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ കേരളീയർ ഈ പട്ടണത്തിന്റെ പേര് പോലും കേട്ടിട്ടില്ലെന്ന് ഓർക്കണം. എല്ലായിടത്തും വളരെ ഉന്മേഷദായകമായ ഭാവമാണ്. ക്ലാസിക് മന്ദിരങ്ങൾ മിക്കതും 17ാം നൂറ്റാണ്ടിൽ പണിതവയാണ്. ഹോട്ടൽ കണ്ടുപിടിക്കുന്നതിനായി ബ്രൂഷിലൂടെ സഞ്ചാരം തുടർന്നു.